ഹായ് മലയാളീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലോട്ട് മാറിയപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൻഡ്രോയിഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ AIs, അവരുടെ ഫോട്ടോ പ്രോസസ്സിങ്, ഒരുപാട് കാര്യങ്ങൾ. ഈവൻ ആൻഡ്രോയിഡ് ഭയങ്കര ഫാർ ബെറ്ററാണ്, ബാറ്ററി, എല്ലാ കാര്യങ്ങളും. സോ ഞാൻ എൻ്റെ ഐഫോണിൽ നിന്ന് ഒരു ആൻഡ്രോയിഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പ്ലാൻ ചെയ്തു. നാട്ടിലൊരു നമ്പറുണ്ട്, നമുക്കെല്ലാം ഉള്ള പോലെ നാട്ടിലൊരു നമ്പറുണ്ട്. അതിനകത്ത് അടിക്കും നമ്മുടെ ആധാർ, നാട്ടിലെ ബാങ്ക് അക്കൗണ്ട്സ്, ഇങ്ങനെയൊക്കെ സേവ് ചെയ്തത്. ആസ് ഓഫ് ടുഡേ ഐഫോണിൽ 2 വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് മെയിൻ വാട്സപ്പും ഒന്ന് വാട്സപ്പ് ബിസിനസ്സും. അപ്പോൾ എനിക്കൊരു അഡീഷണൽ വാട്സപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ ഐഫോണിൽ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല. എനിക്ക് പുതിയൊരു ഫോൺ കയ്യിൽ കൊണ്ട് നടക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനെന്ന് വിചാരിച്ചു, ഓക്കെ നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ ആൻഡ്രോയിഡ് എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ്രോയിഡിലോട്ട് മാറിയപ്പോൾ ഞാൻ ഫേസ് ചെയ്ത മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഈ സിം ഓഫ് ഓണോ ആക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം റീകോൺഫിഗർ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. ദാറ്റ് മീൻസ് ഞാനൊന്ന് ഇവിടുത്തെ ഒരു സിം ഓഫാക്കി നാട്ടിൽ സിം ഓണാക്കി കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസ് റീകോൺഫിഗർ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. ആദ്യം തൊട്ട് OTP ഫോണിനകത്ത് നിന്ന് സെൻഡായി നമ്മൾ ഡെബിറ്റ് കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇത് ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം റീകോൺഫിഗർ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. OTP സെൻഡായി. നാട്ടിലാണെങ്കിൽ ഇത് ഈസിയാണ്, പക്ഷേ എബ്രോഡ് ആണെങ്കിൽ SMS പാക്ക് വേണം. അപ്പം നമ്മൾ മസ്റ്റായിട്ടും ഇൻ്റർനാഷണൽ റോമിംഗ് പാക്ക് ചെയ്യേണ്ടി വരും. ഒരു മാസത്തെ ഇൻ്റർനാഷണൽ റോമിംഗ് പാക്കിനൊക്കെ 1500 1600 രൂപയൊക്കെ ആയി. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡിൽ സിം സ്വിച്ച് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുകയാണ്. നിങ്ങൾ പുതിയൊരു ഫോണിലോട്ട് മാറി നിങ്ങൾ സിം മാറ്റിയെന്ന് കൺസിഡർ ചെയ്യുകയാണ്. പക്ഷേ ഐഫോണിൽ ഈ പ്രശ്നമില്ല. ഐഫോണിൽ ഓക്കെയാണ്. നമ്മൾ എത്ര പ്രാവശ്യം സിം ചേഞ്ച് ചെയ്താലും, ഞാൻ സിം എടുത്ത് മാറ്റി പുതിയ സിം ഇടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, സിം സ്വാപ്പ് ചെയ്യുന്ന കാര്യം, ഓഫ് ഓണും ആക്കുന്ന കാര്യമുണ്ടല്ലോ. ഐഫോണിൽ ഓഫ് ഓണും ആക്കാൻ പറ്റുമല്ലോ. അത് ചെയ്യുമ്പോഴും ആപ്ലിക്കേഷൻസ് പക്ക സ്റ്റേബിളാണ്, ഒന്നും പറ്റത്തില്ല. ഇത് ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ്. പിന്നെ ഡേറ്റ ട്രാൻസ്ഫർ, നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ആവും. വാട്സപ്പ് ബിസിനസ് ട്രാൻസ്ഫർ ആവാൻ കുറച്ച് പാടാണ്. കുറച്ച് പണിപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്. ഹേ ഗൂഗിൾ, ജെമിനി, ഇതൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ കോള് വിളിക്കാൻ വേണ്ടി ഫോണിനോട് പറയത്തില്ലേ, അതിൻ്റെ ഒരു കറക്റ്റ് ഉണ്ടല്ലോ, കറക്റ്റ് രീതിയിൽ അസിസ്റ്റൻ്റ് വർക്കാവുന്നത് സിറിയിലാണ്. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് ഞാൻ യൂഷ്വലി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ധോണി എന്ന് പറഞ്ഞ ഒരാൾ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറയും, ഹേ സിറി ഡയൽ ധോണി എന്ന് പറയുമ്പോൾ വിച്ച് ധോണി വേണ്ട കോൾ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും DONI. പിന്നെ ഗോയിങ് ഫോർവേഡ് സിറി DONI മാത്രമേ വിളിക്കത്തുള്ളൂ. പക്ഷേ ജെമിനി യൂസ് ചെയ്തിട്ടും ഹേസറി യൂസ് ചെയ്തിട്ടും ഗൂഗിൾ അസിസ്റ്റൻ്റ് ഗൂഗിൾ യൂസ് ചെയ്തിട്ടും അവർ ഡയറക്റ്റ്ലി പോകുന്ന DHONI എന്ന് പറഞ്ഞിട്ട്, ധോണി എന്ന് പറയുമ്പോൾ DONI കൺസിഡർ പോലും ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? DHONI എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺടാക്റ്റ് നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ ധോണി എന്ന് പറയുമ്പം DHONI ആണ് തപ്പുന്നത്. ആക്ച്വലി പ്രതീക് എന്ന് പറയുമ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞ് തപ്പുന്നത്. നമ്മുടെ കോൺടാക്റ്റിലുള്ള പേഴ്സണെ പ്രോപ്പറായിട്ട് വിളിക്കുന്നത് സിറിയാണ് ആക്ച്വലി. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അത് ഓക്കെ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ ഫേസ് ചെയ്ത 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സിം സ്വാപ്പ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റബിലിറ്റി. 2, അവരുടെ അസിസ്റ്റൻറ്റിൻ്റെ നമ്മുടെ ഫോണിനകത്തുള്ള അസിസ്റ്റൻറ്റിൻ്റെ വർക്കിംഗ്. ഈ 2 കാര്യവും എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആൻഡ്രോയിഡ് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ കവറൊക്കെ മേടിച്ച് ഭയങ്കരമായിട്ട് കോൺഫിഗർ തീമൊക്കെ ഇട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൻഡ്രോയിഡ് മാറ്റി എനിക്ക് തിരിച്ച് ഐഫോണിലോട്ട് വന്നു. അപ്പം ഈയിടയ്ക്ക് എങ്ങാനും മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. സീ യു ലേറ്റർ.